അബദ്ധത്തിൽ വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കാരണം ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് നിങ്ങളെ വല്ലാണ്ട് എഫക്ട് ചെയ്യുന്നുണ്ടല്ലേ. അപ്പം എന്താണ് നിങ്ങൾക്ക് അതിനെ പറ്റി പറയാനുള്ളത്? അവിടെ വീഡിയോയിൽ വന്നിരിക്കുന്ന സംഭവം വെച്ച് നോക്കും ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി അത് കണ്ടു കഴിഞ്ഞപ്പോ. നമ്മൾ അങ്ങനെയല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ അതിലൊരു സോറി, ലൈക്ക് അതൊരു സമൂഹത്തിന് റോങ് മെസ്സേജ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു വീഡിയോയുടെ ലൈക്ക് ആ വീഡിയോ ഇറങ്ങിയത് 1 week ബിഫോർ ആണ് യൂട്യൂബിൽ. അതുവരെ അത് നല്ല സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ്. ലൈക്ക് ഓൾമോസ്റ്റ് 100K മുകളിൽ ആൾക്കാർ കണ്ടു കഴിഞ്ഞ് പിന്നെ ഫേസ്ബുക്കിൽ ഈ ഒരു പോർഷൻ മാത്രം സെപ്പറേറ്റ് ആയിട്ട് വന്നപ്പോഴാണ് ഇത് ആളുകൾ കാണാൻ തുടങ്ങി. അപ്പം നമ്മൾ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് അയച്ചു തന്നിട്ടാണ് ഇത് കാണുന്നത്, നോക്കടാ ഇതെന്ത് സംഭവം. അപ്പോൾ ഞാൻ തന്നെ വായിച്ചു നോക്കിയപ്പോൾ ഒരു ഔട്ട്സൈഡർ എന്നുള്ള രീതി കാണുമ്പോൾ ഒരാൾക്കും അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. ഇതെന്താ ഇത്, ഭർത്താവ് തല്ലുന്നു എന്ന് പറയുന്നു, അവൾ അതിനെ അഭിമാനപൂർവ്വം വിളിച്ചു പറയുന്നു എന്നുള്ളൊരു കണ്ണിലെ നോർമലി എല്ലാ വ്യക്തികളും അത് കാണും. അതുകൊണ്ട് അതിനെ നെഗറ്റീവായിട്ട് പറയുന്നവരെ കുറ്റപ്പെടുത്താൻ ഞങ്ങൾക്ക് ഒരു റൈറ്റും ഇല്ല. കേട്ടവരെ ആ സെൻസിലാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ അതിൽ സംഭവിച്ചേക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ അത് പറഞ്ഞത് ഈ പ്രജയുടെ നല്ല അടി തരും എന്ന് പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞു നല്ല കിട്ടാറുണ്ടെന്ന് പറഞ്ഞ് എന്നെ ചുമ്മാ ഇങ്ങനെ ഒന്ന് തല്ലുന്ന തന്നെ ഏട്ടന് നല്ല അടിയാണ് ഏട്ടൻ്റെ ഇതിൽ. കാരണം എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ടാറ്റു അടിച്ചിട്ട് ഒരു ദിവസം മുഴുവൻ അത് കണ്ടിരുന്ന് കരഞ്ഞ ആളാണ്. എനിക്കൊരു സൂചി കുത്തുന്ന പോലും സഹിക്കാൻ പറ്റാത്ത ആളാണ് പ്രജ എന്നുള്ളത്. അത് ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ കണ്ട എല്ലാവർക്കും മനസ്സിലാവും. അപ്പം അതാണ് ഏട്ടൻ്റെ നല്ലടി ആദ്യത്തത്. രണ്ടാമത്തെ കാര്യം, ഈ സംഭവം ഈ ഇൻസിഡൻറ്റ് ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് 10 വർഷം മുന്നേ ആടാ. ഈ ഓഗസ്റ്റ് വന്ന 10th ആനിവേഴ്സറി ആണ്. അതിൻ്റെ 2 വർഷം മുന്നേ ഞങ്ങൾ പ്രണയിച്ചിട്ടുണ്ട്. ആലോചിക്കണം. അപ്പോൾ 12 years ആയിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഒരു തരത്തിൽ. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ സാഹചര്യമേ ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിട്ടുള്ളൂ, ഇങ്ങനെയൊക്കെ സാഹചര്യത്തിൽ കല്യാണം കഴിഞ്ഞു. പക്ഷെ അതിന് പിന്നീട് നടന്നിട്ടുള്ള ആ ഒരു കല്യാണത്തിന് ശേഷമുള്ള ഒരു 1.5-2 വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ എന്തായിരുന്നു എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു മെമ്മറിയാണ്. അത്രത്തോളം പെയിന് നമ്മൾ പബ്ലിക്കിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല സത്യം പറഞ്ഞാൽ. അതിനുള്ളൊരു ആവശ്യകത വന്നില്ല. അതാണ് നമ്മൾ അതിൽ പറഞ്ഞത്. ഈ കണ്ടിന്യൂറ്റി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ വന്നപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം. സംഭവം എന്താണെന്നറിയോ, നമ്മളവിടെ ഉദ്ദേശിച്ച കാര്യം, ജീവിതത്തിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കും നമ്മളടുത്ത്, ഓ എന്ത് രസമുള്ള ഫാമിലി, എന്തൊരു അടിപൊളി ഫാമിലി എന്ന് കേൾക്കുമ്പോൾ നമ്മളത് ഓവറാക്കി പറയണ്ട. നമ്മളെ ഇടയിലും അടിയുണ്ട്, ഞാനും കൊടുത്തിട്ടുണ്ട്, അടി ഉണ്ടായിട്ടുണ്ട്. ആ രീതിക്കാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് പക്ഷെ ചേട്ടൻ അന്ന് ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പം അടിക്കുന്നത് ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് പ്രേക്ഷകർക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്രയും നെഗറ്റിവിറ്റി. അയ്യോ, അത് ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ലടാ. നമ്മള് ആ സംഭവം കണ്ടു കഴിഞ്ഞപ്പോ, ആ ക്ലിപ്പിംഗ്സ് കണ്ടു കഴിഞ്ഞപ്പോ ശരി അത് പറഞ്ഞത് മാറിപ്പോയോ എന്നുള്ള എനിക്ക് തന്നെ ഫീൽ ചെയ്തു ഇത് കണ്ടു കഴിഞ്ഞപ്പോ. പക്ഷെ ഞാൻ ചോദിച്ചു, അല്ല ഇതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ഒച്ചയിടാറുണ്ടായിരുന്നു, ഇതൊക്കെ എവിടെ? ഇത് ഞാൻ ചോദിച്ചു, ഇതൊക്കെ എവിടെ പോയി? ഇതൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്. ആ ഒരൊറ്റ സാധനം വന്നപ്പോ നല്ല അടി അടിക്കുമ്പോ പിന്നെ ഞാൻ ഭയങ്കര അഭിമാനത്തിൽ ഇരുന്നിട്ടോ എനിക്ക് നല്ലോണം രണ്ടുപേരും ക്രെഡിറ്റ് ആയിട്ട് പറയുന്നു. ഞാനും അതിന് ആ ആംഗിളിൽ നോക്കിയപ്പോ അവരുടെ ഭാഗത്തും ചിന്തിച്ചപ്പോ ശരിയാണ്,